എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ 76ാമത്തെ വീഡിയോയാണ് കാണാൻ പോകുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സദ്ഗുരുവിൻ്റെ കർമ്മ എന്നുള്ള ബുക്ക് റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാമത്തെ ചാപ്റ്ററാണ്, ചാപ്റ്റർ 8. അത് കർമ്മയോഗ ആൻഡ് മെൻ്റൽ ബോഡി. അതായത് കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ കണ്ടത് കർമ്മയോഗയും ഫിസിക്കൽ ബോഡിയും. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമ്മ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ, ഈ സ്ഥൂല ശരീരത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കർമ്മയോഗ എന്ന് പറയുന്നത് മെൻ്റൽ ബോഡിയിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അതിന് പരിഹാരം എന്തുവാ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മളെ ഈ ബുക്ക് റിവ്യൂ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മനസ്സെന്ന് ഒരു 5 വീഡിയോ ഞാൻ ഇട്ടിരുന്നു. 5 വീഡിയോയിലും മനസ്സിനെക്കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചു, പഠിച്ച് മനസ്സിലാക്കി എടുത്തു. അപ്പം അതിൽ തന്നെ വെസ്റ്റേൺ കൾച്ചറിൽ എങ്ങനെയാണ് മനസ്സിനെക്കുറിച്ച് പറയുന്നത്, ഈസ്റ്റേൺ കൾച്ചറിൽ എങ്ങനെയാണ് പറയുന്നത്, മനസ്സിനെ കൺട്രോൾ ചെയ്യണോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തു, പഠിച്ചു വെച്ചു. അപ്പം എനിക്കതിൽ എന്തുവാ സന്തോഷമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ അതെല്ലാം പ്ലാൻ ചെയ്തു. അപ്പം ഞാൻ പ്ലാൻ ചെയ്തു എന്ന് പറയുന്നതിനെക്കാട്ടിലും ദൈവം, എൻ്റെ കൂടെ ഉള്ള എൻ്റെ അമ്മ, എൻ്റെ ദൈവം, ഞാൻ വിളിക്കുന്ന ശിവനും പാർവതിയും എന്നെ വഴി നടത്തിക്കൊണ്ട് പോകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഈ ബുക്ക് റിവ്യൂ ആവട്ടെ, അല്ലെങ്കിൽ വേറെ മറ്റ് കാര്യങ്ങളാകട്ടെ ചെയ്യുമ്പം ഇതിൽ പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനല്ല ചെയ്ത്, ഞാൻ ചെയ്തു എന്ന് പറയത്തേ ഇല്ല. എൻ്റെ ഒരു ഇതല്ല, എൻ്റെ സാമർഥ്യമോ എൻ്റെ അറിവോ ബുദ്ധിയോ അല്ല. ദൈവം എന്നെ വഴി നടത്തി. ഈ ചാപ്റ്റർ പറ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇത് പറ, എന്താണ് ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഇങ്ങനെ എഴുതി വെച്ചു. പിന്നെ വെട്ടി തിരുത്തി ഇതിനെ മേളിയിലിട്ട് അതിനെ താഴെയിട്ട് അങ്ങനെ ഈ ചിട്ടപ്പെടുത്തിയല്ലോ. ആ ചിട്ടപ്പെടുത്തുമ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആ ചിട്ടപ്പെടുത്താൻ ദൈവം എൻ്റെ കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ട്. ഇത് ചെയ്, ഇത് പറ, ഇങ്ങനെ ചെയ്, ഇത് ചെയ്, ഇതിൻ്റെ അടുത്തത് ഇത് ചെയ്. അങ്ങനെ നമ്മൾ പറയേണ്ടതെല്ലാം നേരത്തെ പറഞ്ഞു. ഇനിയും ഈ ബുക്ക് റിവ്യൂവിലൊക്കെ നോക്കാൻ പോകുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ വേറെ ഒരു കണ്ണോട്ടത്തിൽ നോക്കും. ഇപ്പോൾ സദ്ഗുരുവിന് എന്തോ പറയാനുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു ഓത്തർ, ആ ബുക്ക് എഴുതിയ ഓത്തർ എന്തോ പറയാനുണ്ട്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു 10-50 വീഡിയോയ്ക്കകത്ത് എല്ലാം നോക്കി തീർന്നു. ഇനി അതൊക്കെ നമ്മൾ പാലിച്ചാൽ മാത്രം മതി നമുക്ക് മുക്തി നേടാൻ നല്ല ഒരു ശക്തി കിട്ടും. ഒരുപാട് വഴിവകകൾ അതിനകത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചു. നമ്മൾ പഠിച്ചെടുത്തു. അപ്പം മെൻ്റൽ ബോഡിയെക്കുറിച്ച് നമ്മൾക്കറിയാം, കർമ്മയെക്കുറിച്ചും അറിയാം. അപ്പോൾ ഇന്ന് സദ്ഗുരുവിന് കർമ്മയുടെ ഇഫക്റ്റ് മെൻ്റൽ ബോഡിയിൽ എങ്ങനെ ഉണ്ട് എന്ന്, സദ്ഗുരുവിന് എന്തു പറയാനുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ സദ്ഗുരു പറയുന്നത്, നമ്മളെല്ലാവരുമേ ഈ മനസ്സിൻ്റെ അടിമയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കുമേ ഒട്ടുമൊത്തമായിട്ടും ഈ മനസ്സാണ് യജമാനനായിട്ടിരിക്കുന്നത്. നമ്മളല്ല മനസ്സിനെ നിയന്ത്രിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേണം മനസ്സിനെ നിയന്ത്രിക്കാൻ. പക്ഷേ എല്ലാവരും മനസ്സിൻ്റെ പോക്കിനാണ് അടിമയായി, അതിൻ്റെ പോക്കിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം അതായത് എത്ര ദൂരം മനസ്സിൻ്റെ അടിമയായിരിക്കുന്നു എന്ന് വെച്ചാൽ, ഇങ്ങനെ നമുക്കൊരു ദേഹം ഉണ്ട് എന്ന് പോലും നമ്മൾ ഓർക്കാറില്ല. അത്രയ്ക്ക് ആ മനസ്സിൻ്റെ ആളുമേലാണ് നമ്മളിരിക്കുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം പിസ്സ കഴിക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കരിക്കിൻ ഷേക്ക് കഴിക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ വെളിയിൽ പോയി കണ്ടമാനം വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് 2 മണി 3 മണിക്കൊക്കെ പോയാൽ കൂടെ മണക്കാട് ജംഗ്ഷനിൽ ആൾക്കാർ പകൽ പോലെയാണ് കൂട്ടം. ആമ്പിള്ളേർ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെമ്പിള്ളേരും ഉണ്ട്. എന്തുവാ ഈ കരിക്കിൻ ഷേക്ക് കുടിക്കാനും ബിരിയാണി ഷേക്ക് കുടിക്കാനും അങ്ങനെ
അത്രയും ദൂരം. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴേ നമ്മളുടെ ദേഹം എന്നൊന്നുണ്ട്, നമ്മളുടെ ദേഹത്തിന് ഇത് ശരിയാവുമോ, ഇത് ചേരുവോ? രാത്രി ഇങ്ങനെ 3 മണി 4 മണി വരെ ഉറങ്ങാതിരുന്നിട്ട് അടുത്ത ദിവസം രാവിലെ 12 മണിക്ക് ഉറങ്ങി എണീക്കുന്നതൊക്കെ നല്ല ശീലങ്ങളാണോ? ഇത് ചെയ്യാമോ എന്ന് പോലും നമുക്കത് ചിന്തിക്കുന്നില്ല. മനസ്സ് പറയുന്നു, നമ്മൾ ചെയ്യുന്നു. നമ്മുടെ നാക്ക് ചോദിക്കുന്നു, നമ്മൾ ചെയ്യുന്നു. കഴിക്കുന്നു, കണ്ടമാനം എടുത്ത് കഴിക്കുന്നു, എല്ലാം എടുത്തെടുത്ത് ഇടുന്നു. പക്ഷേ ഈ ദേഹത്ത് എത്ര ദൂരം അത് ചേരും എന്നുള്ളത് നമുക്കിപ്പോഴും ചിന്തിക്കുന്നില്ല. അതാണ് ഈ മനസ്സിൻ്റെ പോക്കിന് നമ്മൾ പോകുന്നു എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, മനസ്സാണോ നമ്മളുടെ യജമാനൻ, അല്ലാതെ നമ്മളാണോ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. വേറൊരു കാര്യം, അതും നമുക്കറിയാം, ഈ പഴയതൊക്കെ നമുക്ക് ഇത്രയും നാൾ പഴയതൊക്കെ നമുക്ക് നടന്നത് നമ്മളുടെ മെമ്മറിയിലാണ് ഇരിക്കുന്നത്, അതായത് ഓർമ്മയിൽ. അപ്പോൾ പഴയ കാലത്തിലുള്ളതെല്ലാം ഓർമ്മയായിട്ടും ഇനി വരുന്ന കാലത്തുള്ളതെല്ലാം വരാൻ പോകുന്നതിനെല്ലാം കൽപ്പനയിലാണ് നമ്മൾ ഓട്ടിക്കൊണ്ട് പോകുന്നത്. ഇപ്പം ഫ്യൂച്ചറിനെ കുറിച്ച് ഇനി വരുന്ന കാലത്തിൽ ഉള്ള പ്ലാനിങ് ചെയ്യണം. പ്ലാനിങ് വേണ്ടാന്ന് പറയുന്നേ ഇല്ല, പ്ലാനിങ് ചെയ്യണം. അതേ സമയത്ത് നമ്മൾ ഇപ്പം ജീവിക്കുന്നത് ഒന്നീ പഴയ കാലത്തിൻ്റെ ഓർമ്മകളിലും അതിനെക്കുറിച്ചുള്ള വേണ്ടാത്ത ചിന്തനയും അതിനെക്കുറിച്ചുള്ള ക്രിറ്റിസിസവും അതും ഇതുമൊക്കെ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇത് രണ്ടിൽ നമ്മൾ എന്തുവാ മിസ് ചെയ്യുന്നേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുവാ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു ലിവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ നിമിഷം ഇവിടെ നമുക്ക് ജീവിക്കാൻ തോന്നുന്നില്ല. നമ്മൾ അതാത് നിമിഷം ജീവിച്ച് പൊയ്ക്കൊണ്ടിരുന്നാൽ നമുക്ക് ഇത്രയും കർമ്മയുടെ നെഗറ്റീവ് ഇഫക്റ്റ് വരുന്നില്ല. പക്ഷേ നമ്മളത് ചെയ്യാറില്ല. ലിവ് ഇൻ ദ മൊമെൻറ്റ്, ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് ഓരോ നിമിഷവും നമ്മൾ പറയുന്നു. പക്ഷേ നമുക്കതാ സദ്ഗുരു പറയുന്നത് വളരെ കറക്റ്റാണ്. നമ്മൾ ഈ പഴയ ഓർമ്മയിൽ, അതായത് നമുക്കത് ശീലമായിപ്പോയി. ഒന്നേ പഴയതിനെ വിചാരിക്കുക, കരയുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷനാവുക, അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി. അപ്പം ലിവ് ഇൻ ദ മൊമെൻറ്റ്, അല്ലെങ്കിൽ ഈ ക്ഷണം, ഈ നിമിഷം, ഇപ്പം ജീവിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ നെഗറ്റീവ് കർമാസ് കണ്ടമാനം വരുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത നിമിഷം എന്ത് നടക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അടുത്ത നിമിഷം ഞാനിപ്പം ഇവിടെ സംസാരിക്കുന്നു, അടുത്ത നിമിഷം ഞാൻ ജീവിച്ചിരിക്കുമോയെന്ന് എനിക്ക് ആരും ഒരു ഉത്തരവാദിത്വവും തന്നിട്ടില്ല. പക്ഷേ അങ്ങനത്തെ ഒരു നിലയില്ലാത്ത ഒരു അനിശ്ചിതമായിട്ടുള്ള ഒരു ജീവിതത്തിലും നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിക്കുന്നില്ല. അതാണ് ഈ നെഗറ്റീവ് കർമ്മ കൂടാനുള്ള കാരണം. അങ്ങനത്തെ നെഗറ്റീവ് കർമ്മ ഇത് നമ്മളുടെ ഫിസിക്കൽ ബോഡി എങ്ങനെ അഫക്റ്റ് ചെയ്യും നമ്മൾ കണ്ടു. അതേപോലെ നമ്മുടെ മെൻ്റൽ ബോഡി, അതായത് മനസ്സിനെയും ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ നമ്മളുടെ മനസ്സിനെക്കുറിച്ച് ഒരു 5 വീഡിയോ ഇട്ടില്ലയോ, അതിൽ വെസ്റ്റേൺ കൾച്ചറിൽ മനസ്സിനെക്കുറിച്ച് എന്തുവാ പറയുന്നത് എന്ന് കണ്ടു. അതായത് 4 ക്ലാസിഫിക്കേഷൻ: സൂപ്പർ കോൺഷ്യസ്, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. അപ്പോൾ സൂപ്പർ കോൺഷ്യസ് എന്ന് പറയുന്നത് ഈ ദുര്യാതീരം അങ്ങനെയൊക്കെയാണ് അതിനെ പറയുന്നത്. അതായത് ദുര്യാതീതം, അതായത് സൂപ്പർ കോൺഷ്യസ്, അതായത് അങ്ങേ അറ്റത്തെ കോൺഷ്യസ് ലെവൽ. ഓക്കെ, അത് നമുക്ക് സാധാരണ ആൾക്കാർക്ക് അത് അങ്ങനെ ആ സ്ഥലത്ത് എത്തിച്ചെല്ലാൻ പറ്റത്തില്ല ഇപ്പോൾ. അപ്പം നമുക്ക് ആകെ അറിയാവുന്നത് കോൺഷ്യസ് ലെവൽ, സബ് കോൺഷ്യസ് ലെവലും അൺകോൺഷ്യസ് ലെവലും. അപ്പോൾ ഈ സബ് കോൺഷ്യസ് ലെവൽ എന്ന് പറഞ്ഞാൽ ജാഗ്രത, കോൺഷ്യസ് ആയിട്ടിരിക്കുന്നു. 10% നമ്മുടെ മനസ്സിൻ്റെ 10% കോൺഷ്യസ് ലെവലാണ്. ഈ കോൺഷ്യസ് ലെവൽ എന്ന് പറയുമ്പോൾ എന്തുവാ? ജാഗ്രത. നമുക്കറിയാം ഇപ്പോൾ ഇത് നടക്കുന്നു, ഞാനിവിടെ സംസാരിക്കുന്നു, ആളങ്ങോട്ട് പോകുന്നു, വെളിച്ചമുണ്ട്, ലൈറ്റുണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്, എല്ലാം നമുക്ക് അറിയാം. അതാണ് 10% നമ്മുടെ മനസ്സാണ് കോൺഷ്യസ് ലെവലിലുള്ളത്. അപ്പം നമ്മളിപ്പം കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത്, ഞാൻ സംസാരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, നിങ്ങളത് മനസ്സിലാക്കുന്നു, എഴുതിയെടുക്കുന്നു,
അതൊക്കെയാണ് ജാഗ്രത സ്റ്റേറ്റ്, അതായത് കോൺഷ്യസ് ലെവൽ. സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് എന്തുവാ? സബ് കോൺഷ്യസ് എന്ന് പറയുമ്പം ആഴ്മനസ്സ്. ഓക്കെ, ആഴ്മനസ്സ്. ഈ ആഴ്മനസ്സിൽ എന്തുവാ? ഈ ഒരുപാട് 90% നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഈ ആഴ്മനസ്സാണ്. ഈ ആഴ്മനസ്സിലാണ് ഈ എല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമുക്ക് അറിഞ്ഞും അറിയാതെയും പല കാര്യങ്ങൾ അകത്തിട്ടിട്ട് വരുന്നത്. ഓക്കെ, അത് ആഴ്മനസ്സ്. പിന്നെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന അബോധാവസ്ഥ, അതും നമുക്ക് ഡെയിലി ലൈഫിന് ചേരുന്ന ഒരു സംഗതിയല്ല. സോ അൺകോൺഷ്യസ് എന്ന് വെച്ചാൽ ഈ ബോധം കെട്ട മനസ്സല്ല, ബോധം കെട്ട് വീഴുന്നതോ അങ്ങനെയൊന്നുമല്ല. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല, അവയർനെസ് ഇല്ല. അപ്പോൾ സൂപ്പർ കോൺഷ്യസും അൺകോൺഷ്യസും നമുക്ക് ഡെയിലി ലൈഫിന് നമുക്കത് പ്രയോജനപ്പെടുന്നില്ല. നമുക്ക് ഉള്ളതെല്ലാം ഈ 10% കോൺഷ്യസ് മൈൻഡും 90% സബ് കോൺഷ്യസ് മൈൻഡുമാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഈസ്റ്റേൺ കൾച്ചറിൽ, അതായത് നമ്മുടെ യോഗിക് കൾച്ചറിൽ, നമ്മുടെ ഇന്ത്യയിൽ എന്തുവാ പറയുന്നത്? മനസ്സിനെ 4ആയിട്ട് പിരിക്കുന്നുണ്ട്. അതായത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം കൂടെ പെട്ടെന്ന് തന്നെ ടച്ച് ചെയ്തിട്ട് പോകാം. അതായത് മനസ്സ്, ഫസ്റ്റ് ഒരു ഭാഗം മനസ്സെന്ന് പറയുന്നത്, മനസ്സിൻ്റെ ഒരു ഭാഗമാണ് മനസ്സ്. അതായത് ആ ഭാഗം എന്തുവാന്ന് വെച്ചാൽ അത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമുക്ക് കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും, അതായത് അറിഞ്ഞും അറിയാതെയും പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഉൾവാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ കുറേ സബ് കോൺഷ്യസ് ലെവലിൽ പോകുന്നുണ്ട്. അതാണ് സാധാരണ ഒരു മനസ്സിൻ്റെ ഇത്. അപ്പം ഈ മനസ്സെന്ന് പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ്, അതിനെ ചാർന്നാണ് ജീവിക്കുന്നത് മനസ്സെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മനസ്സിന് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ മനസ്സിനകത്ത് ഒന്നും പോകാൻ പോകുന്നില്ല. അതാണ് സാധാരണ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന മനസ്സ്. പിന്നെ ബുദ്ധി നിങ്ങൾക്കറിയാം, നമ്മൾ ഇത്രയും ഇന്ന് വരെ പഴയ കടന്ന കാലത്ത് ചെയ്തത്, പഴയ ജന്മങ്ങളിലൊക്കെ ചെയ്തത്, പിന്നെ നമ്മുടെ പൂർവികർ ചെയ്തത്, അതെല്ലാം കൂടെ മെമ്മറി ആയിട്ട്, ഓർമ്മകളായിട്ട് പതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ബുദ്ധി. ചിത്തം എന്ന് പറയുന്നത് ഈ പഴയ മെമ്മറി ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്, മനസ്സിൻ്റെ ഒരു ഏരിയയാണ് ചിത്തം. ഓക്കെ, അപ്പോൾ ഈ ചിത്തം നമുക്ക് ആക്റ്റീവായിട്ടിരുന്നാൽ അതുകൊണ്ട് നമുക്ക് ആത്മീയതയിൽ മുന്നോട്ട് പോകാൻ വളരെ സൗകര്യമായിരിക്കും ചിത്തം. ഓക്കെ, പിന്നെ 4മത്തെയാണ് ഈ അഹങ്കാരം. അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ പണ്ടേയും പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരം എന്ന് പറയുന്നത് ഈഗോയോ അതൊന്നുമല്ല. ഓക്കെ, അതായത് ഈ മനസ്സിൽ ചിന്തിക്കുന്നില്ലയോ അതെല്ലാം ചെയ്യാനുള്ള ഒരു വേഗം, ഒരു ഉന്മേഷം, അതാണ് അഹങ്കാരം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ കൾച്ചറിൽ എങ്ങനെയാണ് മനസ്സിനെ പറയുന്നത്, ഈസ്റ്റേൺ കൾച്ചറിൽ എങ്ങനെയാണ് മനസ്സിനെ പറയുന്നത് എന്ന് നമ്മൾ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. ഇന്ന് ബുദ്ധ മനസ്സിനെക്കുറിച്ച് 4 പാർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്തുവാന്ന് നമുക്ക് നോക്കാം. ബുദ്ധ സംസാരിച്ചത് പാലി ലാംഗ്വേജാണ്. പാലി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ് അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ബുദ്ധ പറഞ്ഞതെല്ലാം ഈ പാലി ലാംഗ്വേജിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ അതിനെ നമ്മൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ തമിഴിലോ ട്രാൻസ്ലേറ്റ് ചെയ്യാം, പക്ഷേ അതിന് കറക്റ്റ് തുല്യമായിട്ടുള്ള ആൻസർ അതിനകത്ത് വരത്തില്ല. ഓക്കെ, അതാണ്. ഇപ്പം ബുദ്ധ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ മനസ്സിനെ 4 ഭാഗമായിട്ട് പിരിക്കുന്നു. ഒന്ന് വിഞ്യാന. ഇത് ഞാൻ ടാഗിലിടാം. വിഞ്യന. ഈ 4 വാക്കുവേ ഇത് പാലി ലാംഗ്വേജിലുള്ളതാണ്. വിഞ്യന എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് കോഗ്നിഷൻ. അപ്പോൾ ഈ കോഗ്നിഷൻ എന്നുള്ളതിന് മലയാളത്തിൽ എന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പലതിനെയും നമ്മൾ മനസ്സിലാക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, കഴിക്കുന്നു. ഇതെല്ലാം വെച്ച് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അത് അറിവായിട്ട് അകത്തു പോയി നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കാനുള്ള ശക്തി തരുന്നു. അതാണ് ഈ കോഗ്നിഷൻ എന്ന് പറയുന്നത്. അതായത് അക്വയറിങ് നോളേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ത്രൂ എക്സ്പീരിയൻസ്, തോട്ട് ആൻഡ് 5 സെൻസസ്.
ഓക്കെ, പലതും നമ്മൾ ഉൾവാങ്ങുന്നു, അതാണ് കോഗ്നിഷൻ. അടുത്തത് സാന്യ, SANYA. വിന്യന എന്ന് പറഞ്ഞാൽ VINYANA, വിന്യന. അടുത്തത് സാനിയ. ഈ സാനിയ എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ. ഇംഗ്ലീഷിൽ അവർ പറഞ്ഞിരിക്കുന്നത് റെക്കഗ്നീഷൻ. ഈ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് എന്തുവാണോ? തിരിച്ചറിവ്. റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ അകത്തിട്ടിരിക്കുന്ന അറിവിൻ്റെ പേരിൽ നമ്മൾ ഒന്നിനെ ഇന്നൊന്നായിട്ട് തിരിച്ചറിയുന്നു. ഇത് നല്ലത്, ഇത് ചീത്ത, അല്ലെങ്കിൽ ഇത് ഈ കളറ് ചുമപ്പ്, ആ കളറ് പച്ച. അങ്ങനെ തിരിച്ചറിയാനുള്ള ശക്തിയാണ് ഈ റെക്കഗ്നീഷൻ. യു റെക്കഗ്നൈസ് സംതിങ്. അത് കോമൺ ആയിട്ട് ഇംഗ്ലീഷിലും പറയുന്നതാണ് റെക്കഗ്നീഷൻ. അടുത്തത് മൂന്നാമത്തെ വേദന. ഈ വേദന എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പോലും നമ്മൾ വേദനിക്കുന്നു, വയറ് വേദനിക്കുന്നു, തലവേദനിക്കുന്നു, വേദന. ശരിക്കും പറഞ്ഞാൽ അത് പാലിയിലാണ് ബുദ്ധ യൂസ് ചെയ്തിരിക്കുന്ന ആ വാക്ക് വേദന. അപ്പോൾ ഈ വേദന എന്ന് പറഞ്ഞാൽ സെൻസേഷൻ. വേദന എന്ന് പറഞ്ഞാൽ സെൻസേഷൻ. ഈ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള ഫീലിംഗ്. അതിന് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അത് പറയുമ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. വേദന എന്ന് പറഞ്ഞാൽ സെൻസേഷൻ. ഇപ്പോൾ കാലിൽ ഒരു ചെറിയ കല്ല് വന്ന് വീണു, നമുക്ക് വേദനിക്കുന്നു. ഓക്കെ, അതാണ് വേദന. ഫീലിങ്സ് നമ്മൾ പറയുന്നത് അതേ അർത്ഥത്തിലാണ്, മലയാളത്തിലും അതേ അർത്ഥമാണ്. അടുത്തത് ശങ്കാര. ശങ്കാര അല്ല, ശങ്കാര എന്ന് പറയും. SANKAR. ഈ 4 വാക്കും തന്നെ ഞാൻ ടാഗിലിടാം. ശങ്കാര. ഈ ശങ്കാര എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തുവാണോ? അതായത് നമ്മളുടെ ബോധപൂർവം അതിന് ഒരു കാര്യം നടന്നാൽ അതിന് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ശങ്കാര. അപ്പം അതായത് ഈ റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പം ആരെങ്കിലും നമ്മളെ വഴക്ക് പറയുന്നു, അതിനെ എങ്ങനെ നമ്മൾ ഉൾവാങ്ങിക്കൊണ്ട് എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു. റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് 4ഉമേ നമ്മുടെ മനസ്സിലാണ് ആദ്യം നടക്കുന്നത്. അതാണ് ബുദ്ധ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഒരു എക്സാമ്പിൾ സദ്ഗുരു പറയുന്നുണ്ട് ബുക്കിൽ. അതായത് ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു ശബ്ദം. ഓക്കെ, ഒരാൾ ഇവിടുന്ന് വേറൊരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞ് കൂവി വിളിക്കുന്നു, ശബ്ദമിട്ട് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഈ വിന്യന എന്ന് പറയുന്നത് എന്തുവാ? വിന്യന എന്ന് പറഞ്ഞാൽ കോഗ്നിഷൻ. ഈ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ ശബ്ദം നമ്മുടെ മനസ്സ് ഉൾവാങ്ങുന്നു. ആ ശബ്ദം നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആകുന്നു, പതിയുന്നു. അടുത്തത് സന്യ. റെക്കഗ്നിഷൻ എന്ന് പറയുമ്പം അതിൻ്റെ അടുത്ത സ്റ്റേജിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് ഇത് ഒരു കാക്ക കരയുന്ന ശബ്ദമല്ല, ഒരു കുയിലിൻ്റെ പാട്ടല്ല, ഇത് വേറെ ഒരു പക്ഷിയുടെയും ശബ്ദമല്ല, ഇത് ഒരു മനുഷ്യൻ്റെ ശബ്ദമാണ് എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു വെച്ചാൽ ഈ ശബ്ദം മനുഷ്യൻ്റെ ശബ്ദമാണ്. അതായത് പഴയത് കുറേ കിടപ്പുണ്ട്. അപ്പം പഴയതിൽ നമുക്ക് പൂച്ചയുടെ ശബ്ദം അറിയാം, പട്ടിയുടെ ശബ്ദം അറിയാം, ഒരു കിളിയുടെ ശബ്ദം അറിയാം, ഒരു കുയിലിൻ്റെ പാട്ടിൻ്റെ ശബ്ദം അറിയാം, വേഴാമ്പൽ കടന്ന് വിളിക്കുന്നു മഴയ്ക്ക് വേണ്ടി, അതിൻ്റെ ശബ്ദം എന്താണെന്നറിയാം. അപ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ അറിവിൽ അത് പതിഞ്ഞു. അപ്പം ഇപ്പം മനുഷ്യരുടെ ശബ്ദവും നമുക്കറിയാം. അപ്പം ഈ ഒരു പതിവ് ഒരാൾ കിടന്ന് വിളിക്കുമ്പം ഇത് നമ്മളെ തിരിച്ചറിയുന്നു. റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്ന ശക്തി. അതായത് ഈ ശബ്ദം അനിമൽസിൻ്റെ, പ്രാണികളിടുന്ന ശബ്ദമല്ല, ഇത് മനുഷ്യൻ്റെ ശബ്ദമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് സാന്യ. അടുത്തത് വേദന. ഈ വേദന എന്ന് പറയുമ്പോഴേ ഈ ഒരാളിൻ്റെ ശബ്ദം കേട്ട് തന്നെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാകാം. അതായത് ഒന്നീ അത് ഇതായിരിക്കും, ഫീലിംഗ് ആയിരിക്കും. വേദന എന്ന് പറഞ്ഞാൽ ഫീലിംഗ്. ഓക്കെ, അപ്പോൾ അത് എന്ത് ഫീലിംഗ് ആയിരിക്കും? ഇപ്പോൾ ഒരാൾ വിളിക്കുന്നു, അപ്പോൾ ആ വിളിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഒരു ഫീലിംഗ് കിട്ടും, അല്ലെങ്കിൽ ഒരു ചീത്ത ഫീലിംഗ് ആയിരിക്കും. ചീത്ത ഫീലിംഗ് എന്ന് വെച്ചാൽ എന്തുവാ? അത് പല രീതിയിലാണ് ഫീലിംഗ്. നല്ലത് ചീത്ത എന്ന് മാത്രം നമുക്ക് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ അതുകൊണ്ട് സന്തോഷം കിട്ടും, ചിലപ്പോൾ നമുക്ക് മനപ്രയാസം കിട്ടും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് നടക്കുന്നുണ്ട്.
ഓക്കെ, അതാണ് സെൻസേഷൻ, ഫീലിങ്സ്. ഇപ്പോൾ ഒരാൾ കിടന്ന് വിളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇയാൾ എന്തിനാണ് കിടന്ന് കൂവുന്നത് ഇവിടെ കിടന്ന്, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഇറിറ്റേഷനാണ് വരുന്നത്, എരിച്ചലാണ് വരുന്നത്. ചിലപ്പോൾ ആരോ എന്നെ വിളിക്കുന്നു, ഞാൻ ഈ വിളിക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്, ഓക്കെ വരാം ഇപ്പം നില്ല, ഞാൻ ഇപ്പം വരാം. അപ്പോൾ അതൊരു സന്തോഷം. അപ്പോൾ ചിലർ വിളിക്കുമ്പോൾ അയ്യോ തിരിച്ചും വന്നോ, ശല്യം തുടങ്ങി. അപ്പോൾ അതൊരു മനസ്സിനൊരു വേദന. അങ്ങനെ പല പല ഫീലിങ്സാണ് ഈ ഒരു സൗണ്ടിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. അതാണ് വേദന, മൂന്നാമത്തെ. നാലാമത്തെ ശങ്കാര. ഈ ശങ്കാര എന്ന് പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ റിയാക്ഷൻ. ഇപ്പം മനസ്സിലൊരു വേദനയോ സന്തോഷമോ ഇറിറ്റേഷനോ എരിച്ചലോ എന്തൊക്കെയോ ഉണ്ടാവുന്നല്ലോ, അതിനേറ്റ പോലെ നമ്മൾ റിയാക്ട് ചെയ്യും. അതാണ് ശങ്കാര. ഇപ്പോൾ ഈ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞാൽ എന്തിനാണ് കിടന്ന് ഇങ്ങനെ കൂവുന്നേ എന്ന് നമുക്ക് ഇറിറ്റേഷനായ, ദേഷ്യം വന്ന എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കൂവുന്നേ എന്ന് പറയും. അല്ല, ആ വിളി നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ ഇപ്പം വരാവേ, 1 മിനിറ്റ് ഇപ്പം ഞാൻ വരാം. അല്ല, സാഡാണെങ്കിൽ തിരിച്ചും ഇയാൾ വന്നു, ഇനി ഈ വീട്ടിലെപ്പോഴും ബഹളം തന്നെ, ഇയാൾ കയറി വരുന്നു. അപ്പോൾ ഒരു വേദന പിടിച്ചില്ല നമുക്ക്. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്നോ എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേജ്. അപ്പം ഈ റിയാക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഈ കർമാവിനെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇതാണ് കർമ്മ മാനസികമായിട്ട് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സദ്ഗുരു മൊത്തമായിട്ട് പറയുന്നത്. അതുമാത്രമല്ല, സദ്ഗുരു എന്തോ പറയുന്നത് വെച്ചാൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ, എല്ലാത്തിനും നമുക്ക് ഏത് രീതി റിയാക്ട് ചെയ്യാനും നമുക്ക് പെർമിഷൻ ഉണ്ട്. പക്ഷേ പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏത് രീതിയിലും റിയാക്ട് ചെയ്യാനൊക്കത്തില്ല. അതായത് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നോ അതിനേറ്റ പോലെ നമുക്ക് കർമ്മ ഉണ്ടാകും. ഏത് നമ്മുടെ മുമ്പിൽ നടന്നാലും അതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു, എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു, അതിന് എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു. റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു. അപ്പം നമ്മൾ ഏത് രീതി പ്രതികരിക്കുന്നോ അതിന് ഏറ്റ മാതിരിയേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അതിന് ഏറ്റ മാതിരിയേ നമുക്ക് കർമ്മയും നമ്മളെ വന്ന് ചേരത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ നാല് രീതിയിൽ മനസ്സ് പ്രവർത്തിച്ചാലും നമ്മൾ മനസ്സുകൊണ്ട് എന്ത് വിചാരിക്കുന്നു അതിനേറ്റ പോലെ നമ്മൾ എങ്ങനെ അതിനെ പ്രതികരിക്കുന്നു, അത് വെച്ചുകൊണ്ടാണ് നമുക്ക് കർമ്മ ഉണ്ടാവുന്നത്. അപ്പം ഓക്കെ, അതാണ് പറയുന്നത്. അതുമാത്രമല്ല, സദ്ഗുരു പറയുന്നത് നമുക്ക് ഏതിലും വളരെ സ്ട്രോങ് ആയിട്ട് ഒന്നിൻ്റെ കൂടെ ഇഷ്ടമോ വളരെ സ്ട്രോങ് ആയിട്ട് ഒന്നിൻ്റെ കൂടെ അനിഷ്ടമോ തോന്നാൻ പാടില്ല. അതായത് നോ സ്ട്രോങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. നോ സ്ട്രോങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഇപ്പം ചില കാര്യങ്ങൾ കഴിക്കുന്നതിൽ ചിലത് കാണുമ്പം ഭയങ്കര ഇഷ്ടം, അതും നല്ലതല്ല. ചിലത് കാണുമ്പം ഇഷ്ടമേ അല്ല. സാധാരണ രീതിയിൽ കൂടെ നമ്മുടെ വീട്ടിൽ എല്ലാവരും എപ്പോഴും പറയുന്നതാണ്, പുട്ടോ ഇന്ന് രാവിലെ എന്തുവാ കാപ്പിക്ക് പുട്ട് എനിക്ക് വേണ്ട. ഇന്നെന്തുവാ ചിക്കൻ ബിരിയാണി, കൊള്ളാം. അപ്പം സദ്ഗുരു എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഈ പിടിക്കാത്ത പുട്ടിനും ഇഷ്ടമുള്ള ചിക്കൻ ബിരിയാണി ആണെങ്കിലും രണ്ടിനെയും ഒരുപോലെ നോക്കാൻ, സമമായിട്ട് നോക്കാനുള്ള മനസ്സ് വേണം. ഇതാണ് കർമ്മയോഗ ആൻഡ് മെൻ്റൽ ബോഡിയിലുള്ള അർത്ഥം. അതായത് അതിനൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, ഈക്വാനിമിറ്റി. ഈ ഈക്വാനിമിറ്റി, ആ വാക്കും ഞാൻ ടാഗിലിടുന്നുണ്ട്. ഈക്വാനിമിറ്റി എന്ന് വെച്ചാൽ രണ്ടിനെ ഈക്വലായിട്ട് നോക്കണം. ഒന്ന് നമുക്ക് 100% ഇഷ്ടം, ഇനിയൊന്ന് 100% ഇഷ്ടമല്ല. അപ്പം ഈ രണ്ടിനും കൂടെ ചേർത്ത് തന്നെ നമ്മൾ നോക്കണം, ഒരുപോലെ നോക്കണം. രണ്ടും നോക്കണമെന്ന് വെച്ചാൽ രണ്ടും ഒരുപോലെ നോക്കണം. ചിക്കൻ ബിരിയാണിയാണോ എനിക്കിഷ്ടമുള്ളതാണോ, ഓക്കെ കഴിക്കാം. പുട്ടാണോ എനിക്കിഷ്ടമേ അല്ല, എന്നാലും ശരി ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടാണ്, അത് കഴിച്ചിട്ട് പോ. അങ്ങനെ രണ്ടിനെയും ഒരേപോലെ നോക്കാനുള്ള മനസ്ഥിതി നമുക്ക് വേണം. അപ്പം നമുക്ക് കർമ്മ ഒരുപാട് ചേരത്തില്ല. ഇപ്പം ഈ കർമ്മ ഒരുപാട് അതായത് നെഗറ്റീവ് കർമ്മ ഒരുപാട് വരാതിരിക്കാനുള്ള വഴികളാണ് ഓരോ ചാപ്റ്ററിലും സദ്ഗുരു നമുക്ക് പറയുന്നത്. അത് അപ്പം ഇതാണ്ടേ,
അതിൽ എന്തിനാണ് ഈ ഈക്വാനിമിറ്റി വേണമെന്ന് പറയുന്നത്? ഈക്വാനിമിറ്റി അതായത് രണ്ടിനെയും സമമായിട്ട് നോക്കിയാൽ നമുക്ക് കർമ്മ എന്ന് പറയുന്നതേ ഇല്ല അവിടെ. നമ്മൾക്ക് കർമ്മ അതുകൊണ്ട് ചേരുന്നേ ഇല്ല. അപ്പോൾ ഈ ലൈഫിൽ ഏത് നടന്നാലും അതിനെ ഒരേ രീതിയിൽ, ഒരുപാട് ഇഷ്ടവും വേണ്ട, ഒരുപാട് ഇഷ്ടക്കേടും വേണ്ട, രണ്ടിനെയും ഒരേ സമമായിട്ട് നോക്കാനുള്ള മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ കർമ്മ നമ്മൾക്ക് പുതിയതായിട്ട് ഒരു കർമ്മയും നമ്മൾക്ക് ചേരത്തില്ല. അതാണ് പറയുന്നത്. അതായത് ഞാൻ ഒരു സെൻറ്റൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അത് എഴുതിയെടുത്തു. ഐ കോട്ട്. സദ്ഗുരു എന്ത് പറയുന്നു എന്നുള്ളതാണ് ഞാൻ വായിക്കുന്നത്. വിത്ത് ഈക്വാനിമിറ്റി യുവർ എൻറ്റയർ സ്ട്രക്ചർ ഓഫ് കർമ്മ ബിഗിൻസ് ടു കൊലാപ്സ്. അങ്ങനെ എന്തുവാ? എൻറ്റയർ സ്ട്രക്ചർ ഓഫ് കർമ്മ ബിഗിൻസ് ടു കൊലാപ്സ് എന്ന് വെച്ചാൽ ചുക്കുനൂറായിട്ട് ഉടയുക. ഒരു ബിൽഡിംഗ് കൊലാപ്സായിപ്പോയി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ രൂപമേ അറിയാത്ത രീതിയിൽ ചുക്കുനൂറായിട്ട് ഉടഞ്ഞുപോയി. അപ്പോൾ നമ്മുടെ കർമ്മനെ ചുക്കുനീറായിട്ട് ഉടയ്ക്കാനുള്ള ഒരു മനോഭാവമാണ് ഈ ഈക്വാനിമിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വായിക്കട്ടെ. ഐ കോട്ട്. വിത്ത് ഈക്വാനിമിറ്റി യുവർ എൻറ്റയർ സ്ട്രക്ചർ ഓഫ് കർമ്മ ബിഗിൻസ് ടു കൊലാപ്സ്. ഓൾ ഇറ്റ് ടേക്സ് ഈസ് യുവർ വില്ലിങ്നെസ് ടു എക്സ്പീരിയൻസ് എവറിത്തിങ് ദ വേ ഇറ്റ് ഈസ്. അതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. All that it takes is your willingness to experience everything the way it is. The way it is എന്ന് വെച്ചാൽ ഏത് കണ്ടാലും അത് ഓക്കെ. ഒരു പൂ ചുമപ്പ്, ഒരു പൂ കറുപ്പ്. കറുത്ത പൂ എവിടെ ഇല്ലല്ലോ. ഞാൻ ഒരു ജസ്റ്റ് ഒരു ഇതിന് പറയുക. ഈ പൂ കറുത്തിരിക്കുന്നോ? ഓക്കെ, കറുത്തിരിക്കുന്നു. ഈ പൂ ചുമന്നിരിക്കുന്നു. ഇത് എനിക്കിഷ്ടമാണ്, ഓക്കെ. ഇത് ഇഷ്ടമല്ലാത്തതാ, ഓക്കെ. സോ അങ്ങനെ എല്ലാത്തിനെയും അതാത് രീതിയിൽ നമ്മൾ എടുക്കാൻ പഠിച്ചാൽ നമുക്ക് പിന്നെ വലിയ കർമ്മ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇനിയും നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പാലിക്കേണ്ട കടമകൾ, പാലിക്കേണ്ട രീതി. ഈ രീതിയിലായിരിക്കണം നമ്മൾ ഇനി ജീവിക്കേണ്ടത്. ആര് എന്ത് കടന്ന് നമ്മുടെ മുമ്പിൽ നമ്മളെ ഇട്ട് തെറി പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഒന്നിനും റിയാക്ട് ചെയ്യാൻ പോകരുത്. അതിനൊന്നും പ്രതികരിക്കരുത്. ഫസ്റ്റ് തിങ് നമ്മൾ അടക്കണം, പ്രതികരിക്കരുത്. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവരെ വെറുക്കാനോ, അല്ലെങ്കിൽ ആരെങ്കിലും വേറെ ഒരാൾ വന്ന് നമ്മളെ നിങ്ങൾ നല്ല ആളാണ്, എന്ത് നന്നായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വലിയ ആളാണ്, നിങ്ങൾ ഭയങ്കര ഗ്രേറ്റാണ് എന്നാരെങ്കിലും നമ്മളെ പൊക്കി പറഞ്ഞുകൊണ്ട് അവരെ ഒരുപാട് സ്നേഹിക്കാനും, നമ്മളെ കുറ്റപ്പെടുത്തിയോ ഓക്കെ, നമ്മളെ പുകഴ്ത്തി പറഞ്ഞോ ഓക്കെ, ചവിട്ടി തേക്കുന്നോ ഓക്കെ. അങ്ങനെ എല്ലാത്തിനെയും ഒരുപോലെ കാണാനുള്ള മനസ്ഥിതി നമുക്ക് എന്ന് വരുന്നോ അന്ന് നമുക്ക് ഈ കർമ്മയെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. എന്നുവെച്ചാൽ എല്ലാ കർമ്മയും കൊലാപ്സ് ആവുന്നു, തവിട് പൊടിയാവുന്നു, ചുക്കുനൂറായിട്ട് ഉടയുന്നു. അപ്പം ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്, മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ അവയർനെസ്സോടെ ജീവിക്കുക, ഒരുപാട് പ്രതികരിക്കാതെ. അതായത് പ്രതികരിക്കാം, എല്ലാത്തിനും പ്രതികരിക്കണം ഇല്ലെന്നല്ല, പക്ഷേ ഏത് രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ ചിന്തിച്ച് വേണം ചെയ്യാൻ. പിന്നെ എല്ലാത്തിനെയും, നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നടക്കുന്നോ അതിനെല്ലാം നമ്മൾ നേരത്തെ അതും പറഞ്ഞു. എന്തുവാ? വിറ്റ്നസ് മോഡ്. വെറുതെ വിറ്റ്നസ് മോഡിലിരുന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ ഈക്വാനിമിറ്റിയോടെ എല്ലാത്തിനെയും ഒരുപോലെ നമുക്ക് ഒരേ കണ്ണോട്ടത്തോടെ നമുക്ക് നോക്കാൻ പറ്റിയാൽ പിന്നെ നമുക്ക് ഈ കർമ്മയെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡ് ആവേണ്ട കാര്യമേ ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് കർമ്മ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഏതിലും നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നു. റെസിസ്റ്റ് എന്ന് വെച്ചാൽ ഇതെനിക്ക് വേണ്ട, ഇതെനിക്കിഷ്ടമല്ല,
എല്ലാത്തിനും ഒരു എതിർപ്പ്, റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എതിർപ്പ്. തൊട്ടതിനും പിടിച്ച ഒരുപാട് ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ വായി തുറന്ന് പറയുന്നതിന് മുമ്പേ എനിക്കത് ഇഷ്ടമല്ല, എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരരുത്, നമ്മൾ ഒന്നുമേ പറഞ്ഞിരിക്കത്തില്ല. വായി തുറന്ന് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പേ അവർ കണക്ക് കൂട്ടും. ഈ എഴുതാപ്പുറം വായിക്കുന്നതെന്ന് പറയുന്നത് അതാണ്. നമ്മൾ പറയാൻ വരുന്നതിന് മുമ്പേ അവരത് കണക്ക് കൂട്ടി ഊഹിച്ച്, തെറ്റായിട്ട് ഊഹിച്ച്, എനിക്കതൊന്നും ഇഷ്ടമല്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ വരരുത്, എൻ്റെ അടുത്ത് ഇത് പറയരുത്, അങ്ങനത്തെ ഒരു എതിർപ്പോടെ നമ്മൾ ഇരുന്നാലുണ്ടല്ലോ, നമ്മൾ ഒരുപാട് കർമാക്കളെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിനും ഒരുപാട് എതിനുമേ, അതായത് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അളവിന് മീറി വേണ്ട, റെസിസ്റ്റൻസ് അളവിന് മീറി വേണ്ട. മനസ്സിലായോ? അങ്ങനെ അപ്പം ഈ റെസിസ്റ്റൻസ് വേണ്ട എന്നൊക്കെ പറയുമ്പോഴാണ് സദ്ഗുരു അതുമാത്രമല്ല, ഇനിയൊരു കാര്യം സദ്ഗുരു എപ്പോഴുമേ പറയും, ഈ ബുക്കിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് വരുന്ന നല്ലതിനും ചീത്തയ്ക്കും നമ്മൾ വേറെ ഒരാളെ കുറ്റം പറയരുത്. ഇതും നമ്മൾ നേരത്തെ നോക്കിയതാണ്. അതായത് നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അത് ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ചുമതല നമ്മൾ വേണം ഏറ്റെടുക്കാൻ. അപ്പോൾ നേരത്തെ ഇതേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നത് കേൾക്കുന്നതുകൊണ്ടാണ് അത് തിരിച്ച് എൻ്റെ മനസ്സിൽ വരുന്നത്. ഇപ്പോൾ ഒരാൾ കല്യാണം കഴിക്കുന്നു, ഒരു സ്ത്രീ കല്യാണം കഴിക്കുന്നു. പോകുന്ന വീട്ടിൽ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് സ്നേഹം കിട്ടുന്നില്ല, അവരുടെ വീട്ടാൾക്കാരൊക്കെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് വലിയ മനപ്രയാസം ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മളതിനെ വിചാരിച്ച് കരഞ്ഞ് കല്യാണത്തിന് മുമ്പേ ഞാൻ എന്ത് ഒരു ചിട്ടുക്കുരുവിയുടെ കൂട്ട് ഞാൻ പറന്ന് തിരിഞ്ഞു, സന്തോഷമായിരുന്നു, ഹാപ്പിയായിരുന്നു. കല്യാണം കഴിച്ച് ഇയാളുടെ കൂടെ കൈയും പിടിച്ച് വന്നു, എൻ്റെ ജീവിതമേ തൊലഞ്ഞു. അങ്ങനെ നമ്മൾ അയാളെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുന്നതാണ്. യു ടേക്ക് യുവർ റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ ജീവിതം എത്ര ഹാപ്പിയായിട്ട് വെച്ചേക്കണമെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. അത് ആ ചുമതലയെ വേറൊരാൾ എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ചെയ്യണമെന്നുള്ളത് മറ്റവരെ വെച്ചല്ല ഞാൻ തീരുമാനിക്കേണ്ടി. അത് എൻ്റെ കയ്യിരിപ്പ്. ഞാൻ അതിനെ എങ്ങനെ നോക്കുന്നു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വരുന്നതിനില്ല ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിനെ ഇപ്പം നമുക്ക് നല്ലത് വരുമ്പം ഞാൻ ചെയ്തു, ചീത്ത വരുമ്പോൾ ഈ മനുഷ്യനെ കൊണ്ടാ, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ കൊണ്ടാ, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയെ കൊണ്ടാ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റവരുടെ പുറത്ത് അതിൻ്റെ ചുമതലയെ മറ്റവരുടെ അടുത്ത് ഏൽപ്പിക്കരുത്, മറ്റവരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കരുത്. ഞാനിപ്പം കഷ്ടപ്പെടുന്നെങ്കിൽ അത് ഞാൻ ചെയ്ത കർമ്മ. അപ്പം നമ്മൾ പോകുന്ന വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കയറി പോന്നു, ആ വീട്ടിൽ നമുക്ക് സന്തോഷമില്ലെങ്കിൽ അത് നമ്മൾ ചെയ്ത കർമ്മഫലം. അതിന് ഭർത്താവിനെയോ അമ്മായിയമ്മയോ അല്ലെങ്കിൽ മറ്റവരെയൊക്കെ ആ വീട്ടിലുള്ള മറ്റേ ആൾക്കാരെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ അതിൽ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു, എത്ര ദൂരം എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ളത് അവനവൻ്റെ ശക്തിക്കേറ്റ പോലെ നമ്മൾ ചെയ്യുക. അത് ഇങ്ങനെ നടന്നാൽ ഇങ്ങനെ നടന്നാൽ ഇങ്ങനെ, അങ്ങനെ നമുക്ക് ആർക്കും എഴുതി വയ്ക്കാൻ പറ്റത്തില്ല. ആർക്കും ഒരു വേദത്തിലും എഴുതി വെച്ചിട്ടുമില്ല. വേദത്തിൽ എഴുതിയതെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവേ നമ്മൾ ഇപ്പോഴും നമ്മളതല്ലേ നോക്കുന്നത്, നമ്മൾ റിയാക്ട് ചെയ്യരുത്. എല്ലാത്തിനെയും നമുക്ക് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഒരുപോലെ കാണണം. പക്ഷേ അത് എത്ര ദൂരം പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അപ്പം അതിനേറ്റ പോലെ നമ്മളിങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വെച്ചുകൊണ്ടാണ് നമ്മളുടെ കർമ്മ അടുത്ത ജന്മത്തേക്കുണ്ടായ കർമ്മ, ആഗാമി കർമ്മ നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പം അതിന് ഒന്ന് രണ്ട് ചെറിയ കഥകളൊക്കെ പറയുന്നുണ്ട്. അതായത് രണ്ട് ഫ്രണ്ട്സ് നമ്മളെടുക്കാം, എ എൻ ബി രണ്ട് ആണുങ്ങൾ, രണ്ടുപേരും ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ എയുടെ അപ്പൂപ്പനും ഈ ബിയുടെ അപ്പൂപ്പനും ഫ്രണ്ട്സാണ്. അപ്പം ഒരു 2-3 തലമുറകളായിട്ട് ഒരു ഫാമിലി ഫ്രണ്ട്സായിട്ട് ഇരിക്കുന്നു എന്ന് വെച്ചോണം. ഇപ്പം എയുടെ അപ്പൂപ്പൻ മരിക്കുന്നു, ബിയുടെയും അപ്പൂപ്പൻ മരിക്കുന്നു.
യാദൃശ്യമായിട്ട് എക്ക് ഈ വീടൊക്കെ നീറ്റാക്കുമ്പോഴേ പഴയ ഫയൽസും പഴയ പെട്ടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു ഡയറി കിട്ടുന്നു. ആ ഡയറിക്കകത്ത് എയുടെ അപ്പൂപ്പൻ എഴുതിയതാണ്, ഞാൻ ഈ ബിയുടെ അപ്പൂപ്പന് 1,00,000 രൂപ കടം കൊടുത്തിട്ടുണ്ട്, ഇന്ന ദിവസം കടം കൊടുത്തിട്ടുണ്ട് എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഡേറ്റ് സഹിതം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്നു, ഡയറി എടുത്തുകൊണ്ട് ഓടുന്നു ബിയെ കണ്ട് പറയുന്നു, ഞാനും നീയും ഫ്രണ്ട്സാണ്, നിൻ്റെ അപ്പൂപ്പനും മരിച്ചു, എൻ്റെ അപ്പൂപ്പനും മരിച്ചു, പക്ഷേ ഇവിടെ നോക്ക്, എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു ഡയറി കിട്ടി എനിക്ക്, അതിനകത്ത് നിൻ്റെ അപ്പൂപ്പന് എൻ്റെ അപ്പൂപ്പൻ 1,00,000 രൂപ കടം കൊടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നു, അപ്പം നീ എനിക്ക് തിരിച്ച് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ബി എന്ത് പറയും? വല്ലയിടത്തും പോയി പറഞ്ഞാൽ മതി, പണി പോയി നോക്ക്, അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ്റെ അടുത്ത് പോയി ചോദിച്ചു, എൻ്റെ അപ്പൂപ്പൻ മരിച്ചു, പോയി ചോദിച്ചു, ഞാൻ എന്തിനാ തരുന്നത്? എൻ്റെ അപ്പൂപ്പൻ്റെ കടത്തിന് വീടാനാണോ ഞാനിരിക്കുന്നത്? എനിക്കതിന് പൊറുപ്പേക്കാൻ ഒക്കത്തില്ല എന്ന് ബി പറയുന്നു. ഇതൊരു സീൻ. ബിക്ക് കുറേ നാൾ കഴിഞ്ഞ് ഇതുപോലെ ഒരു കാര്യം മനസ്സിലാകുന്നു. അതായത് ബിയുടെ അപ്പൂപ്പൻ എവിടോ ഒരു 10 സെൻറ്റ് സ്ഥലവും വീടും അപ്പൂപ്പനുണ്ടായിരുന്നു. പക്ഷേ അതാർക്കും വിൽപത്രത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒറിജിനൽ പത്രം ബിയുടെ കയ്യിൽ കിട്ടുന്നു. അപ്പം ബി എന്ത് ചെയ്യും? എൻ്റെ അപ്പൂപ്പൻ്റെ എൻ്റെ പേരിലല്ല എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് എങ്ങനെയോ പോട്ടെ എന്ന് വിചാരിക്കുമോ? അടുത്ത നിമിഷമേ ഒരു ലോയറെ കണ്ടുപിടിക്കും, ഒരു വക്കീലിൻ്റെ അടുത്ത് പോകും, അന്ന് തന്നെ ഒരു കേസ് ഫയൽ ചെയ്യും. ഇത് എൻ്റെ അപ്പൂപ്പൻ്റെ സ്വത്താണ്, ഇത് എനിക്ക് കിട്ടേണ്ടതാണ് എന്ന് അവൻ വാതാടും, കേസ് നടത്തും, എത്രയോ കാര്യങ്ങൾ ചെലവിടും, എങ്ങനെയെങ്കിലും ആ പ്രോപ്പർട്ടിയെ എടുക്കാൻ നോക്കും. അപ്പം സദ്ഗുരു പറയുന്നത് 2 സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ അപ്പൂപ്പൻ്റെ കാര്യം ഇയാൾക്ക് അപ്പൂപ്പൻ വാങ്ങിച്ച കടത്തിനെ ഏറ്റെടുക്കാൻ ഇയാൾക്ക് വയ്യ. അതേസമയത്ത് അപ്പൂപ്പൻ്റെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ഇവന് വേണമെന്നുള്ള വിചാരമുണ്ട്. അപ്പം കടന് എന്ന് പറയുമ്പം വല്ലവനും അടച്ചോണം, പ്രോപ്പർട്ടി അവനവന് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണം. അങ്ങനെ ഇതേപോലെയാണ് നമ്മൾ മറ്റവരെ കുറ്റപ്പെടുത്തുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഒന്നിനെയും മറ്റവരെ കുറ്റപ്പെടുത്താതെ നമ്മൾ ജീവിച്ചാലേ, അതായത് നമുക്ക് വരുന്നത് നമ്മൾ ചെയ്ത കർമ്മ എന്ന് മാത്രം വിചാരിച്ചാലേ നമ്മളുടെ ജീവിതം നന്നാവും. അപ്പം ഇതിനെല്ലാം കാരണം നമ്മുടെ മനസ്സാണ്. അപ്പം മനസ്സിനെ ഈ നെഗറ്റീവ് കർമ്മം ഒരുപാട് കെട്ട രീതിയിൽ ബാധിക്കുന്നുണ്ട്. മനസ്സും ബാധിക്കുന്നു, ദേഹവും ബാധിക്കപ്പെടുന്നു, രണ്ടുമേ ബാധിക്കപ്പെടുന്നു. അപ്പം നമ്മൾ മനസ്സിനെ സ്റ്റഡിയായിട്ട് വെച്ച് ഈ ജീവിതത്തിനെ നല്ല രീതിയിൽ നോക്കിക്കണ്ട് ചെയ്താൽ നമുക്ക് കർമാക്കൾ കുറയും. അപ്പം അതിന് ആ ചാപ്റ്ററിൻ്റെ ഒടുക്കം സദ്ഗുരു പറയുന്നത് ഏതാ? മൈൻഡ് എൻ്റെയാണ്, എൻ്റെ മനസ്സെന്ന് പറയുന്നത് എൻ്റെയാണ്, എൻ്റെ സ്വന്തമാണ്. പക്ഷേ ഞാൻ മനസ്സാവത്തില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കാറുണ്ട്, ആ കാർ എൻ്റെ സ്വന്തമാണ്, പക്ഷേ ഞാൻ കാറാകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, തലയുണ്ട്, തലച്ചോറുണ്ട്, അതുപോലെ നമുക്ക് മനസ്സുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്കൊരു മനസ്സുണ്ട്, എല്ലാവർക്കും മനസ്സുണ്ട്, അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ എന്ന് പറയുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പം പക്ഷേ നമ്മളേ അങ്ങ് മനസ്സായിട്ടങ്ങ് മാറിപ്പോകരുത്. അതായത് അത് തന്നെ നമ്മൾ നേരത്തെ നമ്മുടെ മനസ്സിൻ്റെ 5 വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സാണോ നമ്മുടെ യജമാനൻ, അല്ലെങ്കിൽ നമ്മളാണോ മനസ്സിൻ്റെ യജമാനൻ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം എന്ന് അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്ന് സദ്ഗുരുവും പറയുന്നത്. ഓക്കെ. അപ്പം സദ്ഗുരു വേറൊരു കാര്യം പറയുന്നുണ്ട്. അതൊക്കെ പറയുമ്പം അത്രയും ശക്തിയോടെയാണ് സദ്ഗുരു പറയുന്നത്. ഐ ആം നോട്ട് മൈ ബോഡി. അതെനിക്ക് വളരെ ഇഷ്ടമാണ്, പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് സദ്ഗുരു പറയുന്നത്. ഐ ആം നോട്ട് മൈ ബോഡി ആൻഡ് ഐ ആം നോട്ട് ഈവൻ മൈ മൈൻഡ്. അതായത് ഈ ദേഹമല്ല ഞാൻ. എൻ്റെ ദേഹത്ത് എനിക്കൊരു മനസ്സുണ്ട്, പക്ഷേ ആ മനസ്സല്ല ഞാൻ. അപ്പം ഞാനെന്ന് പറയുന്നത് ഈ ദേഹവുമല്ല, ഈ മനസ്സുമല്ല, പിന്നെ വേറെന്തുവാ? അതാണ് രമണ മഹർഷി പറഞ്ഞത്,
ആൻസർ കണ്ടുപിടി. ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ നീ ജയിച്ചു, നീ മുക്തനാണ്. എന്തൊരു ചോദ്യം? ഹു ആം ഐ? ഞാൻ ഈ ദേഹമല്ല, ഞാൻ ഈ മനസ്സല്ല. അപ്പം ഞാൻ ആരാ? ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഉള്ള ആത്മാവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നോ അന്നാണ് നമുക്ക് മുക്തി കിട്ടുന്നത്. ഓക്കെ. സോ ഇങ്ങനെയൊക്കെയാണ് സദ്ഗുരു കർമ്മയോഗത്തിൻ്റെ ബാധിപ്പുകൾ നമ്മുടെ മനസ്സിനെ എങ്ങനെയൊക്കെ ബാധിക്കാനൊക്കും. അതുകൊണ്ട് അതിൽ നിന്ന് മുക്തി നേടാനുള്ള വഴികളാണ് പറയുന്നത് സദ്ഗുരു, വേറൊന്നുമല്ല. അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം, അതായത് ഇതിൽ നിന്ന് വിമോചനം കിട്ടണം. ഈ മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. നമ്മുടെ ദേഹത്തു നിന്നും മാറി നിൽക്കണം, മനസ്സിൽ നിന്നും മാറി നിൽക്കണം. ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെയെല്ലാം നിയന്ത്രിച്ച് പോകാനൊക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഞാൻ ഒരേ ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരുടെ അടുത്തും കൈതൊഴുന്ന് ചോദിക്കുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞാനും അതൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാം നേടിയെടുത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പറയേ എൻ്റെ മനസ്സിലും ഇതൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളെ എനിക്കും നല്ല രീതി ഡീപ്പായിട്ട് ആഴത്തിൽ പോയി മനസ്സിലാക്കാൻ പറ്റുന്നു. അതുമാത്രമല്ല, അപ്പോൾ നമ്മൾ ഈ ഇത്രയും പ്രാവശ്യം ഇങ്ങനെയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തല്ലോ, നമ്മൾ എന്തുകൊണ്ടങ്ങനെ റിയാക്ട് ചെയ്തു? അപ്പം ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇനി എത്രയോ കർമാക്കൾ, നെഗറ്റീവ് കർമാക്കൾ ചെയ്യാതിരുന്നിരിക്കാം. അത് ചെയ്യാതെ പോയല്ലോ എന്ന് നമുക്കിപ്പോൾ തോന്നുന്നു, ഇല്ലയോ? അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വളരെ കാര്യമായിട്ടെടുത്ത് നമ്മൾ എത്ര ദൂരം നമ്മൾ ഉടൻ തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പ്രാക്ടിക്കലായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നോ അത്രയ്ക്ക് നമുക്ക് മുക്തി നേടാൻ എളുപ്പം ഒരു വഴി കിട്ടും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും മുക്തി കിട്ടട്ടെ. ഈ ജീവിതത്തിൽ കടന്ന് പാടുപെടുന്നതിൻ്റെ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇനിയൊരു ജനനം വേണ്ട, ഇനിയൊരു യോനി കൂടെ നമുക്ക് പിറക്കേണ്ട ഒരാവശ്യമേ വരരുത്. അങ്ങനെ ഒരു മുക്തി നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.